മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇത് ലതിക പീസ് ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. നല്ല നമസ്കാരം. ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റുലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ജോബി ജോ. ഇന്ന് മാറ്റുലി സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് പുതുക്കാട് മുപ്ലിയം റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് തുറന്നു കാണിക്കാനാണ്. ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഒരു ഭാഗം മറവാഞ്ചേരി എന്ന് പറഞ്ഞൊരു ഭാഗത്താണ് ഞങ്ങളിപ്പോൾ ചിത്രീകരിക്കുന്നത്. പുതുക്കാട് നിന്ന് മുപ്ലിയം റോഡിലേക്ക്, അതായത് കോടാലിയിലേക്കും ഇഞ്ചക്കൂട്ടിലേക്കും എല്ലാം എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു പ്രധാന പാതയാണ്. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ആശ്രയിക്കുന്ന ഒരു പാതയാണ്. പക്ഷേ ഈ ഒരു പാത വളരെയേറെ ശോചനീയമായ അവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഏറ്റവും വലിയ അപകട കുഴികൾ നിറഞ്ഞതാണ് ഈ വഴി. ഇതാണ് ഇന്ന് ഞങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നത്. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചേട്ടാ, ഈ ഒരു പ്രദേശത്തെ അവസ്ഥ വന്ന് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വലിയ അപകടം നിറഞ്ഞൊരു പ്രദേശമാണ്. എങ്ങനെ ചേട്ടാ ഈ ഒരു ഡെയിലി ഭയങ്കര അപകടം. ഞാൻ കാലത്ത് വന്നത് ചൂല് വാങ്ങിക്കണ്ടോന്നിരുന്ന അത് അടിച്ചത് കളഞ്ഞു. ഞാൻ അല്ലെ പെണ്ണുങ്ങളൊക്കെ ഈ സ്കൂട്ടർ മുമ്പേ തെന്നി വീഴും. അതായത് ചേട്ടൻ രാവിലെ വന്നിട്ടാണ് ഈ ഭാഗം ക്ലീൻ ചെയ്യുന്നത്. അടിച്ച് ക്ലിയർ ചെയ്ത്. അല്ലെങ്കിൽ അത് എത്ര അപകടം ഉണ്ടോ ഇതിൽ കൂടുതൽ അതിനെ കണ്ണിൽ നിന്ന് കാണാൻ പാടില്ല. അത് കാരണം അങ്ങനെ ചെയ്യുന്നു. അത് സർക്കാർ അല്ലെങ്കിൽ അതിനെ വേണ്ടപ്പെട്ട കുറിച്ച് പെട്ടെന്ന് ശരിയാണെന്ന് നമുക്കൊരു. ഇത് എത്ര നാളായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? ഒരു 6 മാസം ചുരുങ്ങിയതായിട്ട് തീരെ നിയമമായി മറ്റൊരുവിധം കുഴപ്പമില്ലാണ്ട് പോയി. ഇപ്പൊ അത് വലിയ വണ്ടി ടവർസ് വലിയ വണ്ടികളില്ലേ, അതായത് പുതുക്കാടുന്ന് മുപ്ലിയം റോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇഞ്ചക്കുണ്ടിലേക്കും അതോടൊപ്പം തന്നെ കോടാലിക്ക് പോകും. പിന്നെ അങ്ങനെ 2 കൈ വെള്ളിക്കുളങ്ങരൊക്കെ പാസ് ചെയ്ത് പോണ വഴിയാണിത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു റോഡാണ്. അതെ, ഡെയിലി ആശ്രയിക്കുന്നുണ്ട്. പല കണ്ടില്ലേ ഡെയിലി വാഹനങ്ങൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുക. അത് ഒരു ഇതില്ലാണ്ട് അപ്പൊ അത് സർക്കാരിനോട് പറഞ്ഞ് ആരാച്ച അതിന്റെ വേണ്ടപ്പെട്ടാല് ചെയ്ത് വേഗം ഉപകാരമായി. ഈ റോഡ് എത്ര വർഷമായി ഇങ്ങനെ ശോചനാവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട്? ഇതൊരു ശരിക്കും പറഞ്ഞാൽ KP വിശ്വനാഥൻ MLA ആയിരിക്കുന്ന സമയത്ത് ഇത് ടാറിങ് നടന്നു, ഫുൾ ടാറിങ്. അത് നടന്നില്ല. അത് കഴിഞ്ഞ് നമ്മുടെ രവീന്ദ്ര മാഷ് MLA ആയി, മന്ത്രിയായി. ഓരോ കൊല്ലവും ഫ്ലക്സ് വരാറുണ്ട്. 3 കോടി അനുവദിച്ചു, 5 കോടി അനുവദിച്ചു, നമുക്ക് ഫ്ലക്സുകൾ വരാറുണ്ട്. ഇതേവരെ ഒന്നും നടന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 3 പീരീഡ് കഴിഞ്ഞ് നമ്മുടെ രാമേന്ദ്ര സാറ് വന്നു. അപ്പോഴും വന്ന സമയത്ത് ഏറ്റവും മുന്നേ വാഗ്ദാനം പോലെ ഇവിടെ പല പരിപാടികൾക്ക് വന്നപ്പോൾ പറഞ്ഞത് ഈ റോഡ് ടാറിങ് എൻ്റെ പീരീഡിനുള്ളിൽ ഞാൻ കഴിച്ചിരിക്കുന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നും ഇതേവരെ ഒന്നും ആയിട്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നിരന്തരം രാത്രി പോലും 11 മണി 12 മണി നേരത്തെ ഇവിടെ ഉണ്ടാവുന്ന അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ വണ്ടി വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയില്ലൊക്കെയാണ് ഇപ്പോൾ നാട്ടുകാർ കണ്ടു. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ നമ്മുടെ കണ്ണമ്പത്തൂർ മേരിമാത സ്കൂളിൽ അടച്ചിട്ട് ഒരു കാറ് ഗട്ടർ ഒഴിവാക്കിയതാണ്. അദ്ദേഹം ബൈക്കും ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി, അദ്ദേഹം മരിച്ചു. 52 വയസ്സായിട്ട് ചെറുപ്പക്കാരൻ. ഇതാണ് അവസ്ഥ. റോഡ് അതിനിടയിൽ മുൻപ് കുറേ പൈപ്പ് കൊണ്ടുവന്നിട്ടു കുടിവെള്ള പദ്ധതിയിൽ. ആ പൈപ്പ് കുഴിച്ചു മൂടാനാണ് ശവപ്പുറമ്പാക്കിയിരിക്കണ പൈപ്പില്ല. കാരണം അത് പുറത്തെടുത്തു കഴിഞ്ഞാൽ അതിന് ചോദ്യങ്ങൾ വരും. അപ്പോൾ അന്നത്തെ കാലത്തെ ഉദ്യോഗസ്ഥരെയും അന്നത്തെ ഭരണകർത്താക്കളും അഴിമതിയിലെ കൂട്ടുകെട്ട് പുറത്തു വരും. അപ്പോൾ അതിന് ഇല്ലാണ്ടിരിക്കാൻ ആ പൈപ്പ് ഇവിടെ സംസ്കാരം നടത്തിയിരിക്കണം. ആ പൈപ്പുകളിൽ അതിൽ കുടിവെള്ളമൊന്നുമില്ല. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതി പോയി അത് കുഴിച്ചു മൂടി ഇപ്പോൾ ജൽജീവൻ പദ്ധതിയിൽ പൈപ്പ് ഇട്ട് അതിലിപ്പോൾ പൈപ്പ് കണക്ഷനിൽ വെള്ളം സർവീസ് നടത്തുന്നുണ്ട്. ആ പൈപ്പ് ഇട്ട സമയത്ത് ആ പൈപ്പ് പ്രഷർ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് 17 സ്ഥലത്തെ ലീക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പ് ഒന്നും ജോയിൻ ചെയ്തിട്ടില്ല. പാലങ്ങളുടെ അവിടെയൊക്കെ അപ്പുറത്ത് എൻ്റെ വന്നു. ഇത് ഫുൾ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവർ പൈസ കൈപ്പറ്റിയെന്ന് കോൺട്രാക്ടർമാർ അന്ന് അതിനുള്ള അഴിമതിക്ക് കൂട്ടുന്നത് അന്നത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സർക്കാരും. അത് ഈ പ്രഷർ ടെസ്റ്റ് നടത്തുമ്പോൾ 17 സ്ഥലത്ത് ലീക്ക്. അവിടെയൊക്കെ പൊളിച്ച് നോക്കുമ്പോൾ മീറ്റർ കണക്കിന് ലെവലിൽ ഒത്തിരി പാറ കണ്ടു, അല്ലെങ്കിൽ ഇത്തിരി മട്ടി കല്ല് കണ്ടു. അവിടെ ഒന്നും പൈപ്പ് ജോയിൻ. അതൊക്കെ ഈ റോഡിന്റെ സൈഡ് വഴിയാണ് പോയത്. ഇതിന്റെ ഈ റോഡ് പൊളിച്ച് പകുതി റോഡ് പൊളിച്ചിട്ടാണ് അന്ന് ഈ പണി നടത്തിയിട്ടുണ്ടായിരുന്നത്. 2-3 വർഷത്തോളം പൊളിച്ചിട്ടു. അങ്ങനെയാണ് അന്ന് അത്രയും നരകയാതന അനുഭവിച്ചിട്ട് അതിൻ്റെ മുകളിൽ പെയിന്റ് ചെയ്യണം ടാർ ചെയ്യണത് ഇത്. എന്നിട്ട് അന്ന് സുധാകരൻ സാറിന് പരാതിയൊക്കെ കൊടുത്തപ്പോൾ അതിൻ്റെ അന്വേഷണ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ട് അതിന് മുകളിൽ വീണ്ടും ഒന്ന് പെയിന്റ് ചെയ്തു. റീടാറിങ് എന്നുള്ള. എത്ര കിലോമീറ്റർ ഏകദേശം ഇതേ ശോചനീയാവസ്ഥയിലുണ്ട്? ശോചനീയാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ തൊട്ട് മുപ്ലിയം വരെ ഉണ്ട്. പുതുക്കാട് തൊട്ട് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഇപ്പൊ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഒരു 5000-ൽ കൂടുതൽ വാഹനങ്ങൾ ഒരു ദിവസം പോകുന്ന റൂട്ടാണത്.
അപ്പോൾ എവിടേക്കാണ് കൂടുതൽ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന പാത? ഇതിലെ പോവാന്ന് പറഞ്ഞാൽ മുക്കളേക്ക് പോവാം, കോടാലിൽ പോവാം, വരന്തരപ്പള്ളി പോവാം, ചിമ്മിനി ഡാം വരെ പോവാം. ഇങ്ങോട്ട് പോവാണെങ്കിൽ അതിരപ്പള്ളി മേഖലയിലേക്കൊക്കെ പോവാം. ഇതൊരു മലയോര ഹൈവേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു പാതയാണ്, മെയിൻ പാത. നല്ലൊരു ഇതാണ്, ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയിലാണ് ഏറ്റവും മുന്നേ ഇത് മെക്കാടൻ ടാറിങ് എന്ന് കേട്ടത് ഹൈവേകളിലൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അന്ന് നാഷണൽ ഹൈവേ മെക്കാടൻ ടാറിങ് ആവുന്നത് പത്രവാർത്ത കാണുന്ന സമയത്ത് നമ്മൾ അതെന്താന്നുള്ളൊരു ആകാംക്ഷയായിരുന്നു. മുക്കളേർ റോഡ് മെക്കാടൻ ടാറിങ് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് വീതി കൂട്ടി മെക്കാടൻ ടാറിങ് നടത്തുന്നു പറഞ്ഞിട്ട് പത്രവാർത്ത വന്ന സമയത്ത് നമ്മളൊക്കെ വളരെ സന്തോഷിച്ചു. കാരണം ഇതേപോലെ ഒരു ഉൾനാടൻ ഹൈവേ പോലെയുള്ള അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് നന്നായി. കാരണം അന്നും അത്രയും വാഹനപ്പെരിപ്പുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതേപോലത്തെ ഒരു സംവിധാനം ഒരുക്കാൻ പോകാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ജനങ്ങൾ മുഴുവൻ സന്തോഷിച്ചാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ 20 വർഷമായിട്ടും ആ വാഗ്ദാനം മാത്രം നിലനിൽക്കുന്നത്. ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. അതിന് ശേഷം വന്ന മുഴുവൻ റോഡുകളും നമ്മൾ നോക്കുമ്പോൾ ഈ പുതുക്കാട് നിയോജകമണ്ഡലത്തിൽ തന്നെ നോക്കുമ്പോൾ ഞാൻ ഒരുവിധ എല്ലാ പഞ്ചായത്തിലും ബൈക്ക് യാത്ര ചെയ്യുന്ന ഒരാളുണ്ട്. ഇതേപോലെ മോശമായിട്ടുള്ള റോഡ് വേറെ ഒന്നുമില്ല. നിരന്തരമായ അപകടം നമ്മുടെ രാപ്പാള് വഴിയായിരുന്നു കുറച്ച് മോശം ഉണ്ടാകും. അതുവരെ ഇപ്പോൾ നമുക്ക് ഒരു A ക്ലാസ് അത്ര സ്റ്റാൻഡേർഡ് റോഡായിരുന്നു. പാലങ്ങൾ, ഈ പാലം തന്നെ വീതി കൂട്ടുന്ന സമയത്ത് ഒരു ദീർഘവീക്ഷണം ഉള്ള ഒരാൾക്കാരാണ് അതന്ന് ചെയ്തിരുന്നെങ്കിൽ അവിടെ സ്ഥലമുണ്ട്, എല്ലാ സൗകര്യമുള്ള സ്ഥലത്ത് ആ പാലം വീതി കൂട്ടില്ല. ആ പഴയ പാലം അതുപോലെ പുതുക്കി പണിയാണ് ചെയ്തത്. അത് ഇനി ഈ റോഡ് പണിയുമ്പോൾ ആ പാലം പൊളിച്ച് പണിയുന്നു. അടിയന്തരമായി ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരണം. എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഈ സാധനം തുടരണം. അടിയന്തരാവസ്ഥ എന്നുള്ളതല്ല, അടിയന്തരമായിട്ട് നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയാണ്. കാരണം ജനങ്ങൾ അത്രമാത്രം ദുരിതമനുഭവിക്കേണ്ടി വരും. ശരി, ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നിത്യയാത്രയാന്നാണ് പറഞ്ഞത് അല്ലേ? ഇതിൽ സ്ഥിരം സഞ്ചരിക്കുന്ന ആളല്ലേ? നമസ്കാരം, പേരെന്താ? സിന്ധു. എന്താ ചെയ്യുന്നത്? ഞാൻ ടാക്സ് പ്രാക്ടീഷണറായിട്ട്. എവിടെ? പുതുക്കാടാണോ? പുതുക്കാട് വ്യാപാര ഭവനിൽ. അപ്പൊ ഈ വഴി തന്നെയാണ് കൂടുതൽ. എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, എങ്ങനെ അവിടെ എത്തുന്നു അതേ ഞാൻ ചോദിക്കുന്നു. മഴ പെയ്യുമ്പോഴാണ് കൂടുതൽ കുഴികൾ കാണാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര കുഴികളായിരുന്നു. എന്തെന്ന് പറയാ, നമ്മുടെ വണ്ടി ഡാമേജ് ആവണുണ്ട്. എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് സൈഡ് എടുക്കുമ്പോൾ കുഴികൾക്ക് വീഴുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ എന്തെന്ന് പറയാ, എത്രയും പെട്ടെന്ന് ഇത് ഇവിടെ ആളുകൾ പറയുന്നത്, ഞങ്ങൾ ചോദിച്ചപ്പോൾ ആളുകൾ പറയുന്നത് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ കിടക്കുന്നതെന്ന് പറഞ്ഞു. അതെ, ഞാൻ 8 വർഷമായിട്ട് ഇതിൽ കൂടെ പോണ ആളാണ്. 8 വർഷം ഇങ്ങനെ തന്നെയാണ്? അതെ 8 വർഷമായിട്ടല്ല, ഇപ്പൊ കുറച്ച് നാളുകളായിട്ട്. ഈ മഴക്കാലത്താണ് കൂടുതൽ ദുരിതം അല്ലേ? മഴക്കാലത്ത് ഇപ്പൊ പിന്നെ ആകെ മോശമായില്ലോ, ആകെ കുഴികളായില്ലോ. അപ്പോ ഇനി ഇത് എത്രയും പെട്ടെന്നൊന്ന് ശരിയാക്കി തരാണ്. ഞങ്ങൾക്ക് വണ്ടിമ പോണവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എങ്ങനെയാണ് ഈ വഴിയിലൂടെയുള്ള വാഹന യാത്രയൊക്കെ എങ്ങനെയാണ്? വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞാണ്. എപ്പോൾ സമയത്ത് വേണമെങ്കിലും ഇരുചക്ര വാഹനക്കാർക്ക് അപകടങ്ങൾ ഉണ്ടാവാവുന്ന ഒരു വഴിയാണ്. ഇതിൽ കൂടെ പോകുന്ന ലോറികളുടെ എണ്ണം, അതായത് ഒരു 30 ടൺ 40 ടണ്ണുള്ള ലോറികൾ അതിൽ കൂടെ പോകുന്നത്. അപ്പം ഈ പാലം, ഒഴിഞ്ഞൽപ്പാടം പാലത്തിന് വളരെയധികം ബുദ്ധിമുട്ട് ഇതാണ്. അത് എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു വീഴാന്നുള്ളൊരു ഇതാണ്. കാരണം അതിനുള്ള ലോഡ് താങ്ങാനുള്ള പാലല്ല അത് പണിതേക്കുന്നത്. അപ്പം അത് തൊട്ട് പൊളിച്ച് ഇത് പിന്നെ അതുമാതിരി തന്നെ ഇതിന് റോഡിന് വീതി കൂട്ടുകയും വേണം. പല അക്വയർ ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. അത് അക്വയർ ചെയ്ത് ഇതിന് വീതി കൂട്ടി നല്ലൊരു റോഡ് പണിയണം. നിലവിൽ ഈ ഒരു പാത നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഗുണകരമായി മാറുന്ന ഒരു സംഭവം തന്നെയല്ലേ? അതല്ലേ ശരിക്കും ഒരു അധികാരികൾ മൗനം പാലിക്കുകയാണോ? അതെ തീർച്ചയായും. ഇപ്പൊ ഒരു 10-15 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഇത് റോഡ് പണിയും എന്ന് പറഞ്ഞിട്ട്. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലേ. ശരി, എങ്ങനെയാണ് ഇതിലൂടെയുള്ള വണ്ടി യാത്രയൊക്കെ എങ്ങനെ? വളരെ പരിതാപകരമാണ്. എങ്ങനെ തിരിച്ചു വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. എവിടെ പോയി പറഞ്ഞു വീഴുക, അതേപോലെ ട്രാഫിക്കുള്ള വഴിയാണ്. വീട്ടിൽ പോയിട്ട് തിരിച്ചു വരും, പുതുക്കാടൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ അറിയാം എത്തി. അത്രയും പരിതാപകരമാണ്. നിങ്ങളിത് പലവട്ടം പരാതികളൊക്കെ ഉന്നയിക്കുകയൊക്കെ ചെയ്തില്ലേ ഈ പ്രദേശവാസികളൊക്കെ? എന്ത് മറുപടിയാ? ഒരുപാട് പ്രാവശ്യമുണ്ട്. മറുപടി നിശബ്ദത, നിസ്സംഗമായിട്ട് കേൾക്കവര്. മറുപടിയൊന്നുമില്ല. ശരിയാക്കാം. ഇതിലും മോശം ഇതിൻ്റെ അടുത്ത വളവില് ഒന്ന് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിലും മോശമാണ് കിട്ടുന്നത് അടുത്ത വളവില്. ഇപ്പം നടന്നു വരെ പോകാൻ പറ്റില്ല. കാരണം ബാക്കിൽ വരുന്ന ബൈക്കോ സ്കൂട്ടറോ പെട്ടെന്ന് വെട്ടിക്കാണ്. നടന്നു പോകാൻ വരെ പറ്റുന്നില്ല. അതായത് അവരവരുടെ സുരക്ഷയെ മുൻനിർത്തിയാണ്. പക്ഷെ അപ്പുറം ഇപ്പുറം അവർ ശ്രദ്ധിക്കുന്നില്ല. അവർ തൊട്ട് മുന്നിലാ നോക്കണമെന്നുള്ളൂ. പിന്നെ അത്രയും ലേഡീസും ഉണ്ട്. ഏറ്റവും കൂടുതൽ ലേഡീസ് ടൂ വീലർമാർ അവരൊന്നും നോക്കില്ല, വെട്ടിക്കും.
എന്ന് പറഞ്ഞു വീഴ എന്ന് പറഞ്ഞു വീഴാൻ നടന്നു പോകുന്നത് നമുക്കും കൂടി അപ്പൊ ഈ ഒരു പ്രദേശം തന്നെ നിരന്തരമായ അപകടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അടുത്ത വളരെ ഇഷ്ടം ഇതിക്ക് മുന്നേ എത്ര പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് രാത്രി വരുന്നവർക്കും ഇത് കാണുന്നില്ല. പെട്ടെന്നാണ് കാണുന്നത്. വെട്ടിക്കുന്നു, വീഴുന്നു, അല്ലെങ്കിൽ അടുത്ത ആളുടെ മേലെ തട്ടുന്നു, അപ്പുറത്തോടെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന വണ്ടിമേലെ തട്ടുന്നു. ഇത് അറ്റം വരെയുണ്ട്, അങ്ങേ അറ്റം വരെയുണ്ട്. പ്രതിഷേധങ്ങളൊക്കെ ഒന്നും വലിയ കാര്യമില്ല. ആരോട് പ്രതിഷേധിക്കുന്നത്? നമ്മൾ പോവാതെയൊക്കെയാ നമുക്ക് നമ്മുടെ വണ്ടി നമുക്ക് എടുക്കാതെ കണ്ട് പ്രതിഷേധിക്കാം. കാരണം വണ്ടിക്ക് കേടില്ല, നമുക്ക് കേടില്ല. മരിച്ചത് ഒരു അർബാനിൽ കൊണ്ടുവന്നിട്ടാണ് പാച്ച് വർക്ക് ചെയ്യുന്നത്. ഇത്രയും വലിയ വഴിയിലേ ഒരു അർബാന ടാറുണ്ട്, അതുകൊണ്ടാണ് പാച്ച് വർക്ക് ചെയ്യുന്നത്. ഒക്കെ ഒരു പ്രഹസനങ്ങൾ മാത്രം. ഇതൊക്കെയാണ് ഈ പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. കാരണം അവര് നിരന്തരം ഇതെല്ലാം കണ്ട് മടുത്തിരിക്കുകയാണ്. പല പ്രതിഷേധങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു, പലരോടും ആവശ്യപ്പെട്ടു, ഒന്നും സംഭവിച്ചില്ല. ഇവിടെ ഒരു വണ്ടി യാത്രക്കാരുണ്ട്, അദ്ദേഹത്തിനോട് ചോദിക്കാം. എങ്ങനെയാണ് ചേട്ടാ ഇതുവഴിയുള്ള യാത്ര? എങ്ങനെ ജീവനെ പണയപ്പെടുത്തണം. ജീവനെ പണയപ്പെടുത്തിയേ പോകാൻ കഴിയൂ. ഇപ്പൊ തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ ഒരു മരണം നടന്നിട്ടുണ്ട്. ഈ കാണുന്ന എൻബിലൊക്കെ ഏത് സമയത്തും അപകടത്തിൽപ്പെടുന്ന അനവധി വിഷയങ്ങളുണ്ട്. പക്ഷെ മരണം ഒന്നേ സംഭവിച്ചുള്ളൂ. പക്ഷെ ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ വീണ്ടും മരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അധികാരികൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് എത്രയോ വർഷങ്ങളായി ഇങ്ങനെ എടുക്കുന്ന അറിയാവോ? ഒരാളും ശ്രദ്ധിക്കുന്നില്ല, ആരും. ഇപ്പോ ഈ പുതുക്കാട് പ്രദേശവാസികൾ പറയുന്നത് നിരന്തരമായി പരാതിപ്പെട്ടിട്ട് ഫലമൊന്നുമില്ല എന്നാണ്. അതാണ് പറയുന്നത്. ഈ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികള്, ഇവിടുത്തെ MLA, MP, ഇങ്ങനെ ഏതൊരു മേഖല എടുത്താലും ഇവിടുത്തെ ജനപ്രതിനിധികൾ ഈ വിഷയം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ജനപ്രതിനിധികൾ തമ്മിലുള്ള ചില ഗ്രൂപ്പിസും ഇത് ഈ വക പ്രവർത്തനങ്ങളൊക്കെ ബാധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സാധാരണ ജനങ്ങളെയല്ല ബാധിക്കണേ, സാധാരണ ജനങ്ങളാണ് ബാധിക്കുന്നത്. സാധാരണ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ. ഇത് വർഷങ്ങൾക്ക് മുൻപ്, ഞാൻ പറഞ്ഞ ഒരു 10-12 വർഷങ്ങൾക്ക് മുൻപ് മറ്റുള്ള റോഡിനെ പോലെ വീതി കൂട്ടി ഏറ്റവും സൗകര്യപ്രദമാക്കേണ്ട റോഡാണ്. അധികാരികളുടെ ശ്രദ്ധപൂർവ്വമാണ് ഇതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഈ റോഡിലൂടെയുള്ള യാത്രയുടെ അനുഭവം? വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ വണ്ടിക്ക് കംപ്ലൈൻറ്റ് നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ശരീരമായിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ തണ്ടൽ വേദന, അങ്ങനെ ചാടുമ്പോൾ ജർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര. ഈ റോഡ് മുഴുവനും ഭാഗങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ? അതെ. മുപ്രിയം വരെ റോഡ് ഭയങ്കര മോശമാണ്. ചെങ്ങലൂരിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ രണ്ടങ്കല് സ്കൂളിന്റെ അവിടെ ഭയങ്കര മോശമാണ്. പിന്നെ അതല്ല, നമുക്ക് വണ്ടി എടുത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ എതിര് വരുന്ന വണ്ടികൾക്കും ഭയങ്കര ബുദ്ധിമുട്ട്, നമുക്കും പോകാനും ബുദ്ധിമുട്ട്. പിന്നെ ബൈക്ക് യാത്രക്കാര് എന്താണ് പറയുന്നത് ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ? ഭയങ്കര മോശമാണ് ഈ യാത്ര. അതായത് ഇപ്പൊ ഇവിടെ ഈ റോഡിലെ ഈ പൈപ്പ് ലൈൻ ഇട്ടോട് കൂടിയിട്ട് ഭയങ്കര മോശമായി. റോഡാകെ താറുമാറായി. ഇത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കുകയാണെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ നടുവേദനയൊക്കെ മാറി കിട്ടും. 13-ാം വാർഡ് പ്രദേശമാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിയാണ്. നമസ്കാരം. പേര്? നമസ്കാരം, എൻ്റെ പേര് ജോയ് മഞ്ഞളി, 13-ാം വാർഡ് മെമ്പറാണ്. ഈ മുപ്ലിയം റോഡ് ഈ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും മോശപ്പെട്ട റോഡാണ്. അതിനുവേണ്ടി ഞാൻ കഴിഞ്ഞ 6-ാം തീയതി മുതൽ അവരെ AE ആയിട്ട് ബന്ധപ്പെട്ട്, KRFBയുടെ AE ആയിട്ട് ബന്ധപ്പെട്ട് അവരോട് പറയുകയും അവർ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഒരു പെട്ടി വണ്ടിയിൽ കുറച്ച് മെറ്റീരിയലും ടാർ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരു 10 കുഴി അടച്ചപ്പോഴേക്കും അത് കഴിഞ്ഞു. അത്രയും പരിതാപകരമായ അവസ്ഥയിലാണ് അവർ വന്നിരുന്നത്. അത് കഴിഞ്ഞ് ഈ ജനങ്ങളുടെ പ്രതിഷേധമൊക്കെ ഉയർന്നപ്പോൾ വീണ്ടും ഞാൻ അവരായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെയും ഇന്നലെ വരെ ഞാൻ അവർക്ക് എന്ത് മറുപടിയാണ് അവർ ലഭിക്കുന്നത്? അവർ പറയുന്നത് അവർക്ക് മെറ്റീരിയൽസ് കിട്ടാനില്ല. അതുപോലെ ഇത് റോഡ് പണി ആരംഭിക്കാറായി, ഊരാളുകളിനെ ഏൽപ്പിക്കാനുള്ള പരിപാടിയുണ്ട്. ഇതൊക്കെ ഇലക്ഷൻ ട്രെൻഡുമായി ബന്ധപ്പെട്ട് ഇവര് ഭരണപക്ഷം പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊണ്ടു നടക്കണം. കുറച്ച് വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ തന്നെയാണ് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. 20 വർഷമായി ഈ റോഡ് റീടാറിങ് ചെയ്തിട്ട് ഇതുവരെയും. കഴിഞ്ഞ രവീന്ദ്രൻ മാഷ് 3 ടൈം ഇവിടെ ഭരിച്ചു. ഇപ്പൊ KK രാമേന്ദ്രൻ അവർ ഭരിക്കുന്നു. ഇതുവരെ ഈ റോഡിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനായിട്ട് ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമസ്കാരം, എന്താ ചെയ്യുന്നത്? നമസ്കാരം, ഞാൻ ഫീൽഡ് എക്സിക്യൂട്ടീവ് ആണ്, മാർക്കറ്റിംഗ്. രാവിലെ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും? രാവിലെ നമ്മൾ സാധാരണ 9 മണിക്കാണ് ഇറങ്ങാറ്. ഇന്നിപ്പോ അവിടെ ഒരു വൈകിട്ട് എത്ര മണിക്ക് വീട്ടിൽ കയറും? വൈകിട്ട് ഞങ്ങൾ നേരം പോയിട്ടാണ് വരിക. അപ്പൊ ഈ റോഡ് വഴിയാണ് സ്ഥിരം സഞ്ചരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ റോഡിലെ സഞ്ചാരം? വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഇതിലിവിടെ ഉള്ളത്. എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടി പല സ്ഥലങ്ങളിലും ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ പല തരത്തിലുള്ള റോഡുകളിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 20 കൊല്ലം മുന്നേ നമ്മുടെ രവീന്ദ്രൻ മാഷ് ഇവിടെ വന്നിരുന്ന സമയത്ത് ആൾ പറഞ്ഞിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. മറ്റുള്ള റോഡിലേക്ക് മെക്കാടൻ ടാറിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്കൊരു സ്വപ്നമായിരുന്നു, ഈ റോഡ് നന്നാവും വരും എന്നുള്ള പ്രതീക്ഷയായിരുന്നു.
ഓരോ ആളും 3 വട്ടം ഇവിടെ MLA ആയിരുന്നു, അതുപോലെ തന്നെ ഒരു വട്ടം മന്ത്രിയായി. എന്നിട്ടും അതിനുശേഷം വന്നില്ല. അതിനുശേഷം വീണ്ടും ഒരു CPM-ൻ്റെ തന്നെ രാമചന്ദ്രൻ വന്നു, KK രാമചന്ദ്രൻ. അപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഇനിയെങ്കിലും കാര്യമാവുന്നില്ല. 20 വർഷമായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ് അവസ്ഥ. ഇതിൽ ഒരുപാട് നമുക്ക് സഞ്ചരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ അടുത്ത് തന്നെ ഇപ്പോൾ നമ്മളോട് ഒരു മരണം സംഭവിച്ചു, അതിന് മുന്നേ വേറെ ഒരു മരണം സംഭവിച്ചു. ഇതൊക്കെ ഒരു അവരുടെ ഭാഗത്തുണ്ടാകുന്ന ഭയങ്കര വീഴ്ചയാണ്. ഇനിയെങ്കിലും ഇങ്ങനെ ഒരു ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇനിയെങ്കിലും നിങ്ങൾ കണ്ണു തുറന്ന് ഈ റോഡിനെ കാണുക, ഈ റോഡിനെ നന്നാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഞാൻ ഒരു എക്സിക്യൂട്ടീവാണ്. ഈ തൃശ്ശൂർ ജില്ലയിലെ ഒട്ടുമിക്ക റോഡുകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അതൊരു 10-20 വർഷം ആയിട്ട് പല റോഡുകളും ഇതുപോലെ ആയിരുന്നുവെങ്കിലും എല്ലാ റോഡുകൾക്കും വളരെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. കുറേയൊക്കെ നല്ല റോഡുകളാണ്. പക്ഷേ ഈ പുതുക്കാട് മുപ്ലയം റോഡ് എന്നുള്ളത് എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ തന്നെയാണ്, ഒരു മാറ്റവും. അതിപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർക്കിപ്പം ഭരിക്കണ പാർട്ടിക്ക് അതായത് കേരളം ഭരിക്കണ പാർട്ടി, രവീന്ദ്രൻ മാഷ് മന്ത്രി, എന്നിട്ട് പോലും ഇത് നടത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ ജനങ്ങളുടെ ഒരു പ്രതികരണ ശേഷിയില്ലാത്ത ജനങ്ങളാണ് നമ്മൾ എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന സംഭവമാണ്. അപ്പോൾ എല്ലാ ജനങ്ങളും അതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒരു മാറ്റം ഇനിയെങ്കിലും ഉണ്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. റോഡിലൂടെ സഞ്ചരിക്കാൻ പോലും പറ്റുന്നില്ല, അതായത് നടന്നു പോലും പോകുവാൻ പറ്റുന്നില്ല എന്നാണ് പ്രദേശവാസികൾ അടക്കം പറയുന്നത്. താങ്കളുടെ അനുഭവം എങ്ങനെയാണ്? അതെ അതെ, എൻ്റെ അനുഭവം അങ്ങനെ തന്നെയാണ്. എൻ്റെ ഇവിടെ പുതുക്കാടാണ്. എൻ്റെ വർക്ക്ഷോപ്പ് ഇവിടെ ചങ്ങാലിൽ സൂര്യരാമൻ സ്റ്റോപ്പിലാണ്. എല്ലാ ദിവസവും വർക്കുള്ളതാണ്. ഇപ്പോൾ 2 ദിവസം കൂടുമ്പോഴേ പോവുള്ളൂ. കാരണം ഡാനായിട്ട് അവിടെ നിന്നിട്ട് യാത്ര ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 2 ദിവസം അവിടെ നിന്നിട്ട് വർക്ക് കഴിയുമ്പോൾ വീട്ടിൽ പോരും. അങ്ങനെ 2 ദിവസം കൂടുമ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പരമാവധി ഒഴിവാക്കാം. ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ പേടിയാണ്. ഈ റോഡിലൂടെ പോയി സഞ്ചരിക്കാൻ ഭയങ്കര ഭയമാണ്. റോഡിനെ കുറിച്ചാണ് എല്ലാവരും പ്രതികരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത്ര കണ്ട് അധികാരികൾ വേണ്ട പരിഗണന കൊടുക്കാതെ കൊണ്ടാണ് ഇങ്ങനെ തന്നെ കിടക്കുന്നത്. ഇത് ഇങ്ങനെ കിടന്നാൽ മതിയെന്ന് ഒരുപക്ഷെ അവരൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. തീർച്ചയായിട്ടും ഏകദേശം കഴിഞ്ഞ 20 വർഷക്കാലമായി ഈ മുപ്ലിയം പുതുക്കാട് റോഡിൻ്റെ ശോചനീയാവസ്ഥ, ഈ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒട്ടനവധി ഈ നാട്ടിലെ ജനങ്ങൾ വരെ പലതവണ പ്രതികരിച്ചു. ആ പ്രതികരിച്ച സമയത്തൊക്കെ തന്നെ ഇപ്പോഴത്തെ ഭരണകർത്താക്കൾ ആ പ്രതികരണത്തിന് വില കൊടുക്കാതെ ആ പ്രതികരണം കണ്ടിൽ നിന്നെടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും 3 ടൈമുകൾ ഇവിടെ രവീന്ദ്രൻ മാഷ് മത്സരിച്ച് ജയിച്ചു, MLA ആയി, മന്ത്രിയായി. അതിനുശേഷം വന്ന MLA രാമേന്ദ്രൻ, KK രാമേന്ദ്രൻ, ഇവരുടെ അടുത്തൊക്കെ പലതവണ പരാതിപ്പെട്ടിട്ടും ഇതിൻ്റെ വകുപ്പ് തലത്തിൽ വരെ പരാതി കൊടുത്തിട്ട് പോലും തീർത്തും അവഗണിക്കുന്നൊരവസ്ഥയാണ് ഈ റോഡിനോട് ഉണ്ടായിട്ടുള്ളത്. തീർത്തും ഈ റോഡിനോട് അവഗണിക്കുന്ന സമയത്ത് ഈ നാട്ടിൽ നമുക്ക് ജനങ്ങൾക്ക് പറയാനുള്ളത്, തീർത്തും ഇതൊരു അവഗണന ഈ നാട്ടിൽ മുഴുവൻ ജനങ്ങളോടുള്ള ഒരു അവഗണനയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 10 ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ദാരുണമായി അപകടത്തിൽപ്പെട്ട് മരിച്ചു. അതിനുശേഷം 2 ദിവസം ശേഷം ചെങ്ങാലൂരും വെച്ചും 2 ബൈക്കുകൾ തമ്മിൽ ഈ കട്ടർ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ട് ഒരു അച്ഛൻ്റെയും മകൻ്റെയും കൈയൊടിഞ്ഞു. അങ്ങനെ നിരവധി സമയത്ത് നമ്മൾ നിൽക്കുന്ന സ്പോട്ടിൽ പോലും ഈ പ്രദേശത്തെ ആളുകൾക്ക് ഒരു പക്ഷേ ഈ വഴിയിൽ കൂടെ നടക്കുമ്പോൾ കട്ടർ അറിയാൻ സാധിക്കും. മറ്റു ഭാഗത്തുനിന്ന് വരുന്ന ജനങ്ങൾക്ക് ഈ വഴിയിൽ കട്ടറുണ്ടോ എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നിരവധി അപകടങ്ങൾ, സ്ത്രീകളടക്കം വരുന്ന, കുട്ടികളടക്കം വന്ന ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന വഴിയാണിത്. എന്നിട്ട് പോലും തീർത്തും ഈ റോഡിനോടുള്ള അവഗണന, ഇത് തീർച്ചും ഈ ജനസമൂഹം ഇതിനെതിരെ പ്രതികരിക്കും. ഈ പ്രതികരണത്തിന് കൃത്യമായൊരു മറുപടി ഗവൺമെൻറ് തലത്തിലും വകുപ്പ് തലത്തിലും കൊടുത്തുകൊണ്ട് ഈ ജനങ്ങളോടുള്ള ഈ പ്രതികരണത്തിന് തീർച്ചും ഒരു നല്ലൊരു സമീപനം ഉണ്ടാകാനായിട്ടുള്ള ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കണമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. അത് തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. ഇടയ്ക്കൊക്കെ ഇതുവഴി സഞ്ചരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കിക്കൂടെ എന്ന് നിങ്ങൾക്ക് തന്നെ സ്വബോധത്തോടുകൂടി, സ്വന്തം മനസ്സോടുകൂടി ചോദിക്കാൻ സാധിക്കും. അങ്ങനെ 10 പേർ ചിന്തിച്ചാൽ ഈ നാട് എത്ര സുന്ദരമായി തീരും. അതുതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി നടപടിയിലേക്ക് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഇടയിലും ഇതുപോലെയുള്ള ജനകീയ വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങൾ വിളിക്കുക. ഒപ്പം ഒറ്റ വാക്കുകൂടി പറയുകയാണ്, കഴിഞ്ഞ 17-18 വർഷമായിട്ട് ഞങ്ങൾ നിരന്തരമായി മാറ്റുലി പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് ഓരോ വിഷയങ്ങൾ എത്തിക്കുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിന് സാമ്പത്തിക ചെലവുണ്ടോ, നിങ്ങൾ വരുന്നതിന് ചിത്രീകരിക്കുന്നതിന് എത്ര രൂപയാണ് മുതൽ മുടക്കെന്നല്ല. ഒറ്റ വാക്കുകൂടി പറയട്ടെ, 10 പൈസ പോലും ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നും ഇതിന് വേണ്ടിയിട്ട് മേടിക്കുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, അധികാരികളുടെ മുൻപിലേക്ക്
പറഞ്ഞിട്ടും ഫലം കിട്ടാത്ത പല വിഷയങ്ങളുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കുക. തീർച്ചയായും അധികാരികളിലേക്ക് എത്തിച്ച് അതിനെ ഒരു പരിഹാരത്തിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ എന്നും മുൻപിലുണ്ടായിരിക്കും. സത്യത്തിന്റെ നേർക്കാഴ്ച മാറ്റുലി നാളെ ഇതേ സമയം മറ്റൊരു ജനകീയ വിഷയമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.